ഹായ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് GSTയിൽ നല്ലൊരു അഴിച്ചുപണി നടത്തിയത് എല്ലാവരും അറിഞ്ഞിരുന്നല്ലേ? ഒരു വിഭാഗം ആളുകൾക്ക് പണി കിട്ടുന്നതും എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ള GST റീഫോംസ് ആണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. അതായത് 12% 28% ഉണ്ടായിരുന്ന GST ഇപ്പോൾ 5% 18% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 40% എന്ന GSTയും കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമൊബൈൽ മേഖലയിൽ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1200cc അല്ലെങ്കിൽ 1500cc താഴെയുള്ള വാഹനങ്ങൾക്ക് 18%, അത് 4 മീറ്ററിന് താഴെയുള്ള വാഹനങ്ങളായിരിക്കണം. ഇനി 4 മീറ്റർ കൂടുതലും 1200നും 1500cc പെട്രോൾ ഡീസൽ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ 40% GST ആണ് വരിക. അപ്പോൾ മഹീന്ദ്ര ഈ അടുത്ത് ഇതൊക്കെ GST റീഫോംസ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ടാറ്റ കാറുകളെ എങ്ങനെയാണ് ഈ പുതിയ GST റീഫോംസ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ടാറ്റയുടെ സബ് 4 മീറ്റർ വാഹനങ്ങളായ ടിയാഗോ, ടിഗോർ, അൾട്രോസ്, പഞ്ച്, നെക്സോൺ എന്നീ വാഹനങ്ങളുടെ കാര്യം നോക്കാം. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് ഓൾറെഡി ഒരു ബെനിഫിറ്റ് ഉണ്ട്, സബ് 4 മീറ്റർ ആണെന്നുള്ളത്. പിന്നെ ഈ വാഹനങ്ങളിലെ പെട്രോൾ എഞ്ചിന് 1200cc ഡീസൽ എഞ്ചിന് 1500cc ആയിരുന്നു. അപ്പോൾ ഈ വാഹനം ഇനി വരാൻ പോകുന്നത് 18% എന്ന GST സ്ലാബിലേക്കാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് നല്ല ബെനിഫിറ്റ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതായത് പെട്രോൾ വാഹനങ്ങൾക്ക് 29%, സബ് 4 മീറ്റർ ഡീസൽ വാഹനങ്ങൾക്ക് 31% ടാക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നേരെ 18% ആകുമ്പോൾ ടിയാഗോക്ക് 75,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ആണ് കസ്റ്റമേഴ്സിന് കിട്ടാൻ പോകുന്നത്. ഇനി ടിഗോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 80,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ കസ്റ്റമേഴ്സിന് കിട്ടും. ഇനി നമുക്ക് അൾട്രോസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,10,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷനാണ് അൾട്രോസ് എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് ഇനി ലഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പഞ്ചിന്റെ കാര്യത്തിലേക്ക് വരാം. പഞ്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 85,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ പഞ്ചിനും ലഭിക്കുന്നുണ്ട്. ഇനി നെക്സോണിന്റെ കാര്യത്തിലേക്ക് വരാം. നെക്സോണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ സബ് 4 മീറ്റർ കാറുകളുടെ ഏറ്റവും കൂടുതൽ ഡിഡക്ഷൻ കിട്ടാൻ പോകുന്ന നെക്സോണാണ്. നെക്സോണ് 1,55,000 രൂപയുടെ ഡിഡക്ഷനാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ടാറ്റയുടെ മറ്റൊരു SUV ആയ കർവിലേക്ക് വരാം. കർവ് സബ് 4 മീറ്റർ അല്ല, 4.2 മീറ്റേഴ്സാണ് കർവിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനുമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കർവ് 4.2 മീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ 48% ഒരു ടാക്സ് ഈ വാഹനത്തിന് വന്നിരുന്നു. അതിനി വരാൻ പോകുന്നത് 40%ലേക്കാണ്. അപ്പോൾ 40% വരുമ്പോൾ കർവിന് ഇനി മുതൽ 65,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷനാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ടാറ്റയുടെ മറ്റ് വലിയ SUVകളായ ഹാരിയറിൻ്റെയും സഫാരിയുടെയും കാര്യത്തിലേക്ക് വരാം. ഹാരിയറിനും സഫാരിലും ഉപയോഗിച്ചിരുന്നത് 2 ലിറ്ററിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡീസൽ എഞ്ചിൻ്റെ ക്രൈറ്റീരിയ അത് ഭേദിച്ചു കഴിഞ്ഞു. പിന്നെ ഈ രണ്ട് വാഹനങ്ങളും 4 മീറ്ററിന് കൂടുതലുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ 48% റേറ്റാണ് ഈ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നത്, GST ഉണ്ടായിരുന്നത്. ഇത് നേരെ 40ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാരിയർ എടുക്കുന്നവർക്ക് 1,40,000 രൂപയും സഫാരി എടുക്കുന്നവർക്ക് 1,40,000 രൂപയുടെയും ടാക്സ് ബെനിഫിറ്റുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടാറ്റ വാഹനങ്ങൾക്ക് ഇനി പുതിയ GST റീഫോംസ് നിലവിൽ വരുമ്പോൾ ടാക്സ് ഡിഡക്ഷനായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സ്പെസിഫിക് ചെയ്ത് ഓരോ മോഡലുകൾക്കും എത്ര രൂപയാണ് ടാക്സ് ഡിഡക്ഷനായിട്ട് ഇനി ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ സ്പെസിഫൈ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്രാൻഡിൻ്റെ ടാക്സ് ഡിഡക്ഷനായിട്ടൊരു വീഡിയോ കാണാം. ബൈ.